ഈ ചർച്ചകളിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിൻ്റെ മരുമകൻ ജാറഡ് കുഷ്ണറും രണ്ടുപേരും അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൻ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ മണിക്കൂറുകൾ ചെലവിട്ടു. ദിസ് ഈസ് എ ക്ലിയർ സിഗ്നൽ. തങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കും, അതേസമയം യുദ്ധം തങ്ങളുടെ ഓപ്ഷനാണ്. സമാധാന ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ നിന്നും തങ്ങൾ പൂർണ്ണമായി മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാനോട് സിംബോളിക്കലി പറയുകയാണ് ഈ ജസ്റ്ററിലൂടെ. ഇറാൻ്റെ ജനതയ്ക്ക് അമേരിക്ക അടിച്ചേൽപ്പിക്കുന്ന ഭരണകൂടമല്ല, ഇറാൻ്റെ ജനത തിരഞ്ഞെടുക്കുന്ന, ഏറ്റവും സുതാര്യമായ രീതിയിൽ ഇറാൻ്റെ ജനത തിരഞ്ഞെടുക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണകൂടം ഉണ്ടാവണം. അതിനുള്ള ചെറിയ സന്നദ്ധത ഇറാനുള്ളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിനു മുൻപ് ചെയ്ത എപ്പിസോഡിൽ നമ്മൾ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് ലെങ്ത് നീണ്ടുപോയത് കൊണ്ടാണ് രണ്ടാമത്തെ എപ്പിസോഡാക്കിയത്. ശരിക്കും ഒരർത്ഥത്തിൽ അമേരിക്ക ഇറാൻ ചർച്ച പൊളിക്കുക എന്ന സമ്മർദ്ദ തന്ത്രം പയറ്റുകയാണോ നെതന്യാഹു? അതിനുവേണ്ടിയാണോ ഈ മാസം ലാസ്റ്റിൽ നടക്കാനിരുന്ന കൂടിക്കാഴ്ച നേരത്തെയാക്കിയത്? അതൊരു ടാറ്റിക്സാണ്. ജൂയിഷ് സ്റ്റേറ്റ് ഇത്രയും കാലം 48 മുതൽ നാളിതുവരെ നിലനിന്നത് തന്ത്രങ്ങളുടെ മേൽ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് തന്നെയാണ്. ഒരു ക്യാമഫ്ലാഷ് ഒരു തന്ത്രമാണ്, സമ്മർദ്ദം മറ്റൊരു തന്ത്രമാണ്, അപ്പീസ്മെൻറ്റ് മറ്റൊരു തന്ത്രമാണ്. ഈ തന്ത്രങ്ങളെല്ലാം തന്നെ കാലാകാലങ്ങളിൽ തിരിഞ്ഞും മറിഞ്ഞും പയറ്റുന്നു. ഇപ്പോൾ നെതന്യാഹു തിരക്കിട്ട് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് ഈ തന്ത്രങ്ങൾ, ഇത് തന്ത്രമൊന്നുമല്ല, ഇത് നമുക്ക് എല്ലാവർക്കും ഓപ്പൺ സീക്രട്ടാണ്. ഇപ്പോഴൊരു ചർച്ചയ്ക്കുള്ള പ്രസക്തി എന്താണ് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴുള്ള ചർച്ചയ്ക്ക് ഏക പ്രസക്തി ഗൾഫ് രാജ്യങ്ങളുടെ GCC രാജ്യങ്ങളുടെ വാക്ക് കേട്ട് അമേരിക്ക മെല്ലപ്പോക്ക് എടുക്കരുത്. ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള അമേരിക്കൻ ബിൽഡപ്പ് അവിടെയുണ്ട്. USS എബ്രഹാം ലിങ്കൻ പേർഷ്യൻ ഗൾഫ് മേഖലയോട് അടുത്തുണ്ട്, അതായത് ഒമാൻ ഉൾക്കടലിലുണ്ട്. അങ്ങനെ ഇത്രയും വലിയ സേനാ സന്നാഹങ്ങൾ കടലിലും കരയിലുമായി ഒരുക്കിയതിന് ശേഷം, കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പിന്മാറുന്നത് എന്തിനാണ്? ഇതാണ് അമേരിക്കയോട് ന്യായമായി ഇസ്രായേൽ ചോദിക്കുന്ന ചോദ്യം. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാര്യങ്ങൾ കാണണം എന്നേ ഉള്ളൂ. എണ്ണപ്പാടങ്ങൾ സംരക്ഷിക്കണം, അവരുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകണം. കാരണം എത്ര ദശലക്ഷക്കണക്കിന് ഭാരതീയരാണ്, മലയാളികൾ ഉൾപ്പെടെ, വിവിധ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ UAEയിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒമാനിലും ഒക്കെയായി ഉള്ളത്. അവർക്കെല്ലാം തന്നെ സുരക്ഷാ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ള നീക്കമാണ് ഈ പറയുന്ന യുദ്ധം. യുദ്ധമുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടി ഏകപക്ഷീയമാവില്ലല്ലോ. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തിരിച്ചടി ഉണ്ടാകും. അമേരിക്കൻ കപ്പലിന് നേരെ എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടാവുക? സാധ്യതയുണ്ട്. അമേരിക്കൻ കപ്പൽ USS എബ്രഹാം ലിങ്കനിൽ 90 വിമാനങ്ങളാണുള്ളത്. F-35 ഉൾപ്പെടെയുള്ള 90 വിമാനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ 90 വിമാനങ്ങൾക്ക് മാത്രം ഡിഫെൻഡ് ചെയ്യാനാവില്ല. അതിന് ചുറ്റും 3 ഡിസ്ട്രോയേഴ്സ് ഉണ്ട്. ഈ 3 ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത് അവർ വലിയ രീതിയിൽ, അതായത് ഈ അന്തർവാഹിനികളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉപയോഗിക്കണം. ഏറിയൽ ഒബ്ജക്ട്സ്, അതായത് ഈ കപ്പലിലേക്ക് USS എബ്രഹാം ലിങ്കനെ ലക്ഷ്യമാക്കി വരാൻ സാധ്യതയുള്ള ഡ്രോണുകൾ, ഒരുപക്ഷെ ഇറാൻ ഒരു സാഹസം കാട്ടിയേക്കാം. ആയിരക്കണക്കിന് ഡ്രോണുകൾ, അതായത് ഡ്രോൺ ശേഖരത്തിൻ്റെ വലിയൊരു ഭാഗം ഈ ലക്ഷ്യത്തിലേക്ക് മാത്രം തൊടുത്തേക്കാം. USS എബ്രഹാം ലിങ്കൻ ഏതെങ്കിലും കാരണവശാൽ അപായപ്പെടുകയാണെങ്കിൽ അത് പൂർണ്ണമായി മുങ്ങാനാവില്ല. അത്രയ്ക്കുള്ളൊരു വലിയൊരു പരന്നൊഴുകുന്ന വലിയൊരു ദ്വീപ് പോലെയാണ് അതൊരു മൂവിങ് എംപയർ എന്നല്ലേ പറയുക. ഇതിനൊക്കെ പറയുന്നത് അമേരിക്ക എന്ന പരമാധികാര രാജ്യത്തിൻ്റെ ഭാഗമാണ്. അതാണ് വിമാനവാഹിനി കപ്പലുകളെക്കുറിച്ച് ഓർക്കുക, പ്രേക്ഷകർ ഓർക്കുക. വിമാനവാഹിനി കപ്പലുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രദേശമായിട്ട് തന്നെയാണ് ഓപ്പൺ സീയിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ദ്വീപുകളായോ ഭൂപ്രദേശമായോ പരിഗണിക്കപ്പെടും. ഇതാണ് അന്താരാഷ്ട്ര മര്യാദകൾ. അതിലേക്ക് ആക്രമണം സാധാരണഗതിയിൽ വിമാനവാഹിനി കപ്പലുകൾ, സാധാരണ യുദ്ധക്കപ്പലുകളല്ല, വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്താറില്ല. പക്ഷേ ഇറാൻ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകുമ്പോൾ തീർച്ചയായും മേജർ ആക്രമണം ഉണ്ടാകുന്നത് USS എബ്രഹാം ലിങ്കനിൽ നിന്നാണെങ്കിൽ തിരിച്ച് എബ്രഹാം ലിങ്കൻ ആക്രമിക്കപ്പെട്ടേക്കാം. 100 കണക്കിന് അല്ലെങ്കിൽ 10,000 റോക്കറ്റുകളും ഡ്രോണുകളും ഒരുമിച്ച് പോയാൽ
വളരെ ബുദ്ധിമുട്ടാണ്. അത് ഈ ഡിസ്ട്രോയേഴ്സ്, ചുറ്റുപാടുള്ള ഡിസ്ട്രോയേഴ്സ്, ആൻറ്റി മിസൈൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത് ചെറുക്കും. എങ്കിലും ഏതാനും ഡ്രോണുകൾ അത് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ പീരങ്കികൾ ഉണ്ട്. ആ ഇതിൽ തന്നെയുള്ള വിമാനവാഹന കപ്പലുകളിൽ തന്നെയുള്ള ഈ ഏത് എയറിൽ ഒബ്ജക്റ്റിനെയും അടിച്ചിടാൻ തക്ക പീരങ്കികളുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെട്ടേക്കാം. ഇതൊക്കെ യുദ്ധത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് നമുക്ക് മുൻകൂട്ടി പറയാനുമാവില്ല. ഇതിനെല്ലാമുള്ള പ്രതിരോധം ഒരുക്കിയിട്ടാണല്ലോ അമേരിക്ക അവിടം വരെ ചെല്ലുന്നത്. ഇതൊന്നും ഇറാൻ ആക്രമിക്കുമെന്ന് അറിയാത്തതല്ലല്ലോ. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആക്രമണ സന്നാഹങ്ങൾ ഒരുക്കും. ഇത് അറബ് രാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ ഉള്ള സേനാതാവളങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സേനാതാവളങ്ങളെ മാത്രം ആക്രമിച്ചാൽ അവർ വെൽ ഫോർട്ടിഫൈഡ് ആണ്. അത് തകർക്കാനാവില്ല. ഈ പിന്നുള്ളത് സോഫ്റ്റ് ടാർഗറ്റ്സാണ്. എണ്ണപ്പാടങ്ങൾ, എണ്ണ ശുദ്ധീകരണ ശാലകൾ, ഓയിൽ ഇൻസ്റ്റലേഷൻസ്, എണ്ണ സംഭരണികൾ എന്നു വേണ്ട അവിടെയാണ് നെർവ് സെൻറ്റേഴ്സ് ഓഫ് ഇക്കോണമി. അത് തകർത്തു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് നശിച്ചു പോകുക. ഇതൊക്കെ സംരക്ഷണം കൊടുക്കാൻ പൂർണ്ണമായി അമേരിക്കക്കായി എന്ന് വരില്ല. അതുകൊണ്ടാണ് എങ്ങനെയും യുദ്ധം എന്നത് ഉണ്ടാവരുത്, വിട്ടുവീഴ്ച ചെയ്തിട്ടാണേലും ഇറാനെ അവർ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളും ഇറാനോട് രഹസ്യമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ലേശം താണു കൊടുക്കണം, അമേരിക്കയ്ക്ക് പണ്ടാരമടങ്ങട്ടെ, അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ കുറേയൊക്കെ നിങ്ങൾ വഴങ്ങിക്കൊടുക്കണം. പക്ഷേ ഇറാൻ ആത്മാഭിമാനമുള്ള ഒരു രാജ്യമാണ്. ഇത്രയും കാലം 79 മുതൽ ഇത്രടം വരെ എത്തിയത് എക്കാലത്തും പ്രതിബന്ധങ്ങളോട് പൊരുതി നിന്നുകൊണ്ടാണ് എത്തിയത്. അതുകൊണ്ട് പെട്ടെന്നൊരു കീഴ്പ്പെടലിന് സാധ്യമല്ല. കാരണം ചരിത്രത്തിൽ ഒരു കാലത്തും ഇറാൻ എന്ന രാജ്യം പൂർണ്ണമായി പാശ്ചാത്യ ലോകത്തിന് കീഴ്പ്പെട്ടിട്ടില്ല. അഫ്ഗാനിസ്ഥാനും അതുപോലെ പൂർണ്ണമായി പാശ്ചാത്യ ലോകത്തിന് കീഴ്പ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇറാന് ഒരുപക്ഷെ പ്രോക്സി ഗവൺമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഷായുടെ ഭരണകൂടമൊക്കെ അമേരിക്ക സ്ഥാപിച്ച ഭരണകൂടമാണ്. പക്ഷേ പൂർണ്ണമായി അമേരിക്കയുടെ ഒരു കൺട്രോളിലോ വേറെ ഏതെങ്കിലും യൂറോപ്യൻ അധിനിവേശ കൺട്രോളിലോ ഒന്നും ആയിട്ടില്ലാത്ത രാജ്യം എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഇറാന് ചെറുത്ത് നിൽക്കാനുള്ള ഒരു DNA ഇറാൻ്റെ കയ്യിലുണ്ട്. ഇറാൻ്റെ ഒരു അന്തർലീനമാണ്. അത് ഉപയോഗിക്കപ്പെടും. ഇതറിയാവുന്നത് കൊണ്ടാണ് ജാഗ്രതയോടുകൂടി തന്നെ എല്ലാ പ്ലേയേഴ്സും, അല്ലെങ്കിൽ എപ്പോഴും യുദ്ധം നടക്കേണ്ടതാണ്. ഇപ്പോഴും യുദ്ധം നടന്നിട്ടില്ല, ഒരു വെടി പോലും പൊട്ടിയിട്ടില്ല. ആകപ്പാടെ ഒരു ഇറാനിയൻ ഡ്രോണിനെ അമേരിക്ക വെടിവെച്ച് വീഴ്ത്തി എന്നതല്ലാതെ മറ്റൊന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഉദ്വേഗം മുൾമുനയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ആണവ പദ്ധതി സംബന്ധിച്ച് ദേശീയ താൽപ്പര്യങ്ങൾ പണയപ്പെടുത്തിയുള്ള ആണവ പദ്ധതിക്ക് തയ്യാറല്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കി ആണവ പദ്ധതിയിലേക്ക് എത്തിക്കുകയാണോ അമേരിക്കയെ ലക്ഷ്യമിടുന്നത്? ഇതിൻ്റെ ഭാഗമായിട്ടാണോ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് പിന്നാലെ ഉപരോധം ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദ തന്ത്രം അമേരിക്ക ഇപ്പോൾ ഇറാന് മേൽ നടത്തുന്നത്? ആണവ വിഷയത്തിൽ പരമാവധി മാക്സിമം പ്രഷർ, ഇത് അമേരിക്കയുടെ പോളിസിയാണ്, അമേരിക്കയുടെ ഡിക്ലെയർഡ് പോളിസിയാണ് മാക്സിമം പ്രഷർ. ഇപ്പോൾ 3 രീതിയിൽ അത് ചെയ്യാം. ഒന്ന്, ബാറ്റിൽ ഷിപ്സുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എബ്രഹാം ലിങ്കൻ ഉൾപ്പെടെയുള്ള വിമാനവാഹിനി കപ്പലുകൾ നിരത്തിയിട്ടുകൊണ്ട് ഇപ്പോൾ സംഭവിക്കും, യുദ്ധം ഏത് നിമിഷവും സംഭവിക്കും എന്ന പ്രതീതിയിലൂടെ ജനങ്ങളെയും ഭരണകൂടത്തെയും, ഇറാനിലെ ജനങ്ങളെയും ഭരണകൂടത്തെയും ആശങ്കയിലാഴ്ത്തി നിർത്താം. അപ്പം ബഡ്ജിങ് അണ്ടർ പ്രഷർ അല്ലേ, അതാണൊന്ന്. അപ്പോൾ ചർച്ചകളിൽ വേറെ വഴിയില്ല, ഏത് നിമിഷവും അമേരിക്ക ആക്രമിക്കും, ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ പിന്നെ അമേരിക്ക പറയുന്നതനുസരിച്ച് ഡോട്ടഡ് ലൈൻസിൽ ഒപ്പിട്ട് കൊടുക്കാം. അതാണ് ഒരു സമ്മർദ്ദതന്ത്രം. രണ്ടാമത്തേത്, ഇറാൻ്റെ എണ്ണ ഒരു തുള്ളി പോലും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് കടന്ന് വെളിയിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ തക്ക രീതിയിലുള്ള ഉപരോധം. അതാണ് കർശനമായി. ഇതുവരെ ഉപരോധമുണ്ടായിരുന്നു, ഇപ്പോൾ കൂടുതൽ കടുപ്പിക്കുന്നതാണ്. അതായത് ചർച്ചകൾ അവസാനിച്ച് 1ാം റൗണ്ട് ചർച്ചകൾ അവസാനിച്ച ആ നിമിഷം തന്നെ അമേരിക്ക ഉപരോധം ഏതാണ്ട് 100% ആക്കി. ഒരു തുള്ളി പോലും എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രീതിയിലും റവന്യൂ എത്തില്ല, ഇറാന് പിടിച്ചു നിൽക്കാനാവില്ല. ആഴ്ചകൾക്കുള്ളിൽ തന്നെ പണ ലഭ്യതയുടെ കുറവ് കൊണ്ട് തന്നെ ഇറാനിൽ ഒരു പൊട്ടിത്തെറിയുടെ സാഹചര്യം ഉണ്ടാകും. കാരണം ആത്യന്തികമായ ജനങ്ങൾ തെരുവിലിറങ്ങി പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാത്തത് കൊണ്ടും എല്ലാം തന്നെ ഇനി തങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, തങ്ങൾ മരിച്ചാലും ശരി തങ്ങൾ റെസിസ്റ്റ് ചെയ്യും എന്ന രീതിയിൽ ജനങ്ങൾ തെരുവിലിറക്കാൻ ഇങ്ങനെയുള്ള കടുത്ത ഉപരോധം. ഇത്രയും കാലത്തെ ഉപരോധം കൊണ്ടാണ് ഇറാൻ ഈ അവസ്ഥയിലായത് എന്നോർക്കണം. കൂടുതൽ ഉപരോധം കൊണ്ട് ഇപ്പോൾ ഒരു മരം ഇങ്ങനെ വെട്ടി നിർത്തുകയാണ്, അവസാനം ഉന്തിൻ്റെ പുറത്തൊരു തള്ള് അല്ലേ, വെട്ടി നിർത്തി ആ ദുർബലമാകുന്ന ആ ഒരു പോയിന്റിൽ ഒരു തള്ള്. അതാണ് അമേരിക്കയുടെ യുദ്ധം. അതങ്ങനെ ആയിരിക്കാം അമേരിക്ക പ്ലാൻ ചെയ്യുന്നത്. അത് രണ്ടാമത്തെ സമ്മർദ്ദം. മൂന്നാമത്തെ സമ്മർദ്ദം, ഇറാനുമായി ഇനി ഉപരോധം വെട്ടിച്ച് ഏതെങ്കിലും ഒരു രാജ്യം
ഈ ഗോസ്റ്റ് ഷിപ്പുകളെ അയച്ചുകൊണ്ട് വ്യാജ കൊടി വെച്ചുകൊണ്ട് ഇറാൻ മേഖലയിൽ പേർഷ്യൻ ഗൾഫിലേക്ക് കടന്ന് ഹോർമൂസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലെത്തി ഇറാൻ്റെ തുറമുഖങ്ങളിൽ നിന്നും എണ്ണ കൊണ്ടുപോകാനാണ് പ്ലാനെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം മാത്രമല്ല കടുത്ത ടാരിഫ് 25% ടാരിഫ്. അതുകൊണ്ട് ഒരു തുള്ളി എണ്ണ ഇറാനിൽ നിന്നും വാങ്ങുന്നതിന് മുൻപ് മറ്റ് രാജ്യങ്ങൾ, ഇറാനോട് സൗഹൃദമുള്ള രാജ്യങ്ങൾ പോലും ചിന്തിക്കും. ആകെ ചെറുത്ത് നിൽക്കാൻ സാധ്യതയുള്ള ചൈനയ്ക്ക് മാത്രമാണ്. പക്ഷേ ഉപരോധം കടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് പോലും ആ പേർഷ്യൻ ഗൾഫിൻ്റെ കുപ്പിക്കഴുത്ത് കടന്ന്, അതായത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടലെടുക്ക് കടന്ന് ചൈനീസ് വെസൽസിന് പോലും പോകാനാവാതെ വന്നാൽ നോക്കൂ ഇറാൻ്റെ അവസ്ഥ നോക്കൂ. ഇത്രയെല്ലാം ആയി കഴിയുമ്പോൾ തങ്ങൾക്ക് മുന്നിൽ വേറെ വഴികൾ ഒന്നുമില്ല. There are no alternative. There is no alternative. ടീന ഫാക്ടർ എന്ന് പറയും. There is no alternative എന്ന് പറയുന്ന വിഷയം. അതിനൊരു ബദൽ മാർഗമുണ്ട്. There are many alternative. ടാമ എന്ന് പറയും, TAMA. ഇത് പറയാൻ അമേരിക്കയ്ക്ക് പറ്റും. അമേരിക്കയ്ക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇസ്രയേലിന് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അറബ് രാജ്യങ്ങൾക്ക് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഇറാന് ഓൾട്ടർനേറ്റീവ്സ് മറുവഴിയില്ല. 3 രീതിയിൽ ഞെരുക്കുന്നതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ആ 3 രീതിയിൽ ഞെരുക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വാമനൻ്റെ മുമ്പിൽ മഹാബലി കീഴടങ്ങിയതുപോലെ ഒരു കീഴടങ്ങൽ. അതാണ് ഒരു ഓപ്ഷൻ, ഒറ്റ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ അവസാനം വരെ പൊരുതി നിൽക്കുക എന്ന രണ്ടാമത്തെ ഓപ്ഷൻ. ഇതിൽ ഒരു ഓപ്ഷൻ സ്വീകരിക്കാൻ ഇറാൻ നിർബന്ധിതരാകും. ഇസ്രായേലിന് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നത് ലക്ഷ്യമാണ്. പക്ഷേ ഒറ്റയ്ക്ക് അതിന് തുനിഞ്ഞാൽ നേരിടുന്ന തിരിച്ചടി വലുതായിരിക്കുമെന്ന നല്ല ബോധ്യവും അവർക്കുണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ മിസൈൽ ശേഷി കുറച്ച് പുറമേ നിന്നുള്ള പിന്തുണ ഇല്ലാതാക്കി ഒറ്റപ്പെടുത്തി ഇറാനെ ആക്രമിക്കാം എന്ന ലക്ഷ്യം കൂടി ഉണ്ടോ ഇസ്രായേലിന്? വെടക്കാക്കി തനിച്ചാക്കി തനിക്കാക്കുക, ഇതാണല്ലോ ഒരു പഴയ ഒരു ചൊല്ല്. ഇത് ഇറാൻ സത്യത്തിൽ അനുഭവിക്കുന്ന ആ ഒരു ദുര്യോഗം തീർച്ചയായും അത് നമ്മൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇറാൻ ഒരു വലിയ ഇറ്റ് വാസ് എ സീറ്റ് ഓഫ് സിവിലൈസേഷൻ. പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ബാക്കി പത്രം. ഇറാനും ഇറാഖും ഒക്കെ ചേർന്നതാണല്ലോ പഴയ പേർഷ്യൻ എംപയർ. അതിൽ തന്നെ കണ്ണായ പല സ്ഥലങ്ങളും ഇന്നത്തെ ഇറാനിലാണ്. അതീവ എണ്ണ സമ്പുഷ്ടമായ രാജ്യമാണ്. ഫലഭൂയിഷ്ഠമായ ഭൂമി പലതുമുണ്ട്. പ്രകൃതി പല രീതിയിലും ഇറാനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അധ്വാനശീലരായ ആളുകൾ. പക്ഷേ അവിടെ രാഷ്ട്രീയ സ്ഥിരത മാത്രം പല കാരണങ്ങളാൽ അന്യം നിന്ന് പോകുന്നു. അതൊരു ഇസ്ലാമിക ഭരണകൂടം വന്നപ്പോൾ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഒരു സിവിലൈസേഷണൽ യുദ്ധത്തിന് അമേരിക്കയുമായി ഇസ്രയേലുമായി ഒക്കെ ഒരു സിവിലൈസേഷണൽ വാർഫെയർ എന്ന നിലയിലേക്ക് ഇറാൻ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ, ഇറാൻ്റെ ചിന്തയാണ്, അതാ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ചിന്തയ്ക്ക് അതിൻ്റേതായ സാങ്കത്യമുണ്ട്. പക്ഷേ അങ്ങനെ മാറ്റിയെടുത്തപ്പോൾ ഇറാൻ അനിവാര്യമായൊരു പതനത്തിൽ എത്തി നിന്നു. അതോടൊപ്പം തന്നെയാണ് ഇറാൻ അതിൻ്റെ സ്വാധീനം മറ്റിടങ്ങളിലേക്ക്, ഒരു ഷിയ രാജ്യമാണെന്ന് ഓർക്കണം. അയൽവക്കത്തെ മിക്ക അറബി രാജ്യങ്ങളും സുന്നി അറബി രാജ്യങ്ങളാണ്. ഇറാൻ അറബിയും അല്ല സുന്നി രാജ്യവുമല്ല. ഷിയ ആൻഡ് നോൺ അറബ് കൺട്രി. പാകിസ്ഥാനെ പോലെ, അഫ്ഗാനിസ്ഥാനെ പോലെ, ഇന്തോനേഷ്യയെ പോലെ നോൺ അറബ് ബട്ട് മുസ്ലിം രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഈ പരമ്പരാഗതമായ അറബ് നോൺ അറബ് ഒരു ഡിവൈഡുണ്ട്. അതേപോലെ തന്നെ ഷിയ സുന്നി ഡിവൈഡുണ്ട്. ഇതൊക്കെ പരമ്പരാഗതമായി. പക്ഷേ ലാർജർ ഇസ്ലാമിക് അമിറ്റിയുമുണ്ട്. ആത്യന്തികമായി ഇസ്ലാമിൻ്റെ സിവിലൈസേഷണൽ എനിമി അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന തത്വസംഹിതകളാണല്ലോ ഡെമോക്രസിയും ക്യാപിറ്റലിസവും അവരുടെ ചില ഫ്രീഡവും. ഇതെല്ലാം തന്നെ ഇസ്ലാമിൻ്റെ രീതികളല്ല എന്നോർക്കണം. അങ്ങനെ ഒരു കൂട്ടം അറബി ഇസ്ലാമിക സുന്നി രാജ്യങ്ങളെ ബിഫ്രണ്ട് ചെയ്തുകൊണ്ട് ജൂതരാഷ്ട്രമായ ഇസ്രയേലിനെയും ഈ അറബി രാജ്യങ്ങളെയും അബ്രഹാമിക് കരാറുകളുടെ സഹായത്തോടു കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ വൻപൻ മുന്നണി തീർത്ത ഒരു ക്രെഡിറ്റാണ് അമേരിക്കയ്ക്കുള്ളത്. സ്വാഭാവികമായി ഇറാൻ ഒരു കോയലീഷൻ ബിൽഡ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയും എല്ലാം തന്നെ നട്ട് നനച്ച് വളർത്തിയതും. സിറിയയിലും ഇറാഖിലുമുള്ള ഭരണകൂടങ്ങളെ താങ്ങി നിർത്താൻ ഏറെ പണം ചെലവഴിച്ചതും ഇറാനാണ്. ബാഷർ അൽ അസദിനെ താങ്ങി നിർത്താൻ എത്രയോ കോടിക്കണക്കിന് ഇറാനിയൻ റിയാലാണ് ഉപയോഗിച്ചത്. അത് പാഴായി. അവിടെ അൽഷറ ഭരണകൂടം വന്നു. അത് അമേരിക്കൻ അനുകൂല, ഇസ്രായേൽ അനുകൂല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇറാൻ അവിടെയാണ് കൈപൊള്ളിയത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സിറിയയിൽ വൻതോതിലാണ്. റഷ്യയും ഇറാനും ഒക്കെ തന്നെയാണ് സിറിയ താങ്ങി നിർത്തിയിരുന്നത്. അത് പോയി. അപ്പോൾ ഇറാന് വലങ്കൈ നഷ്ടപ്പെടുന്നത് പോലെയാണ് സിറിയ നഷ്ടപ്പെടുന്നത്. ഇറാഖിൽ ഇപ്പോഴും ഇറാഖിൻ്റെ ഗവൺമെൻറ് ഒരു ഷിയ ഭൂരിപക്ഷ കൊയലീഷൻ ഗവൺമെൻറ്റാണ്.
അവിടെ ഇറാൻ്റേതായ സ്വാധീനമുണ്ട്. കാരണം ഇറാഖിലെ ജനസംഖ്യയുടെ 60% ഷിയ മുസ്ലിങ്ങളാണ് എന്ന് ഓർക്കണം. അതുപോലെ ഷിയ മുസ്ലിങ്ങളുള്ള പലയിടങ്ങളിൽ, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചില കോൺക്ലേവുകൾ ഉണ്ട്. ഇറാൻ അനുകൂലമായ ഒരു ജനതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹൂതികൾ, അങ്ങ് അകലെ ചെങ്കടൽ മേഖലയിൽ ഉള്ള ഹൂതികൾ, യമൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹൂതികൾ. ആ ഹൂതികൾക്കും ഇറാൻ വലിയ ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഇറാൻ്റെ സ്വാധീന മേഖല ചുറ്റുപാട് വ്യാപിച്ചു. അതോടൊപ്പം ഇറാൻ മനസ്സിൽ എക്കാലത്തും ആഗ്രഹിച്ചു, ഇറാൻ നല്ല സുഹൃത്ത് ബന്ധമാണ് ചൈനയുമായി, അതേപോലെ നല്ല സുഹൃത്ത് ബന്ധമാണ് റഷ്യയുമായി. തങ്ങൾക്കൊരു ആപൽഘട്ടം വരുമ്പോൾ റഷ്യയോ ചൈനയോ സഹായത്തിനെത്തുമെന്ന ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ്, ഇതാണ് ഇറാനെ ഇത്രയും കാലം മുന്നോട്ട് നയിച്ചത്. പക്ഷേ ഇപ്പോൾ ആരും എന്നൊരക്ഷരം മിണ്ടുന്നില്ല. ചൈന മിണ്ടുന്നില്ല, റഷ്യ ഏതാനും എതിർപ്പുകൾ കാട്ടുന്നു എന്നല്ലാതെ ഇറാന് വേണ്ടി പരസ്യമായി രംഗത്ത് വരാനുള്ളൊരു ശക്തി, ഒരുപക്ഷെ ഇച്ഛാശക്തിയും സൈനിക ശക്തിയും ഇല്ല. കാരണം അവിടെ പെട്ട് കിടക്കുകയാണ് ഉക്രൈൻ യുദ്ധത്തിൽ. അതുമാത്രമല്ല, ഇറാനാണ് ഡ്രോൺ ഉൾപ്പെടെ കൊടുത്ത് റഷ്യയെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഇറാനാണെന്ന് ഓർക്കുമ്പോൾ പിന്നെ ഇറാനെ ഏത് രീതിയിൽ റഷ്യക്ക് ഇപ്പോൾ സഹായിക്കാനാവും? സാമ്പത്തികമായി പോലും കാര്യമായി സഹായിക്കാനാവാത്ത നിലയിലാണ്. എണ്ണ കൊടുത്തുകൊണ്ട് പോലും സഹായിക്കാനാവില്ല, കാരണം ഇറാനും എണ്ണയുണ്ട്. അപ്പോൾ പിന്നെ ഇറാന് സഹായം എവിടെ നിന്ന് വരും? ഒരിടത്ത് നിന്നും വരാനില്ല. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ഓൺലി ഓപ്ഷൻ. അത് സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് എൻസർക്കിളിങ് ഇറാൻ, ഇത് ഇസ്രയേലിൻ്റെ ഒരു ആത്യന്തിക സ്കീമാണ്. ഇപ്പോൾ ഓൾ സ്റ്റാർസ് ആർ സ്മൈലിംഗ് ഓൺ ദ ഫേസ് ഓഫ് ഇസ്രായേൽ ആൻഡ് അമേരിക്ക ഓഫ് കോഴ്സ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് അനുകൂല സാഹചര്യമായി കണ്ടുകൊണ്ട് ഒരു ഓൾ ഔട്ട് യുദ്ധത്തിലേക്ക് നീങ്ങാനാവുമോ എന്ന ചിന്തയാണ്. അല്ല എങ്കിൽ ഇറാന് കനത്ത വില നൽകേണ്ടി വരുന്ന ഒരു സമാധാന കരാറിൽ എത്തിച്ചു നിർത്താനാവുമോ എന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇറാന് മുഖം രക്ഷിക്കാൻ ഉൾപ്പെടെയുള്ള ചില പഴുതുകൾ കൊടുത്തുകൊണ്ട് രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായ ഒരു കരാർ എന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇറാന് നിലനിൽക്കാനാവണം, സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിലനിൽക്കാനാവണം. ഇറാൻ്റെ ജനതയ്ക്ക് അമേരിക്ക അടിച്ചേൽപ്പിക്കുന്ന ഭരണകൂടമല്ല, ഇറാൻ്റെ ജനത തിരഞ്ഞെടുക്കുന്ന, ഏറ്റവും സുതാര്യമായ രീതിയിൽ ഇറാൻ്റെ ജനത തിരഞ്ഞെടുക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണകൂടം ഉണ്ടാവണം. അതിനുള്ള ചെറിയ സന്നദ്ധത ഇറാനുള്ളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റായി കാണുന്നത് ഇറാനിയൻ ക്ലറിക്സ് അല്ലെങ്കിൽ അയത്തുള്ള ഉൾപ്പെടെയുള്ള ആളുകളുടെ ഓവർ എക്സ്പോഷർ കുറച്ചുകൊണ്ട് വരികയും ഇറാൻ്റെ സൈന്യത്തിനും ഇവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷനും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തുകൊണ്ട് സിവിക് ലിബർട്ടീസിന് കുറച്ച് വില നൽകിക്കൊണ്ടുള്ള ഒരു ഇൻറ്റേർണൽ റീസ്ട്രക്ചറിങ്ങിനെക്കുറിച്ച് കാര്യമായ ആലോചനയുണ്ട്. ഒരുപക്ഷെ ഇങ്ങനൊരു പ്രപ്പോസൽ ഇറാൻ അമേരിക്കയുടെ മുമ്പിൽ വെച്ചേക്കാം. തങ്ങളുടെ ഭരണവ്യവസ്ഥയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇത് മുഖവിലക്കെടുക്കാൻ അമേരിക്ക തയ്യാറാവുമോ, ഇസ്രായേൽ തയ്യാറാവുമോ, അതാണ് ചോദ്യം. അതുകൊണ്ട് ആണവ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഒരു സാധ്യതയുമില്ല ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. അതുകൊണ്ട് എല്ലാ പ്ലെയേഴ്സും അവരവരുടെ പ്രിഫറൻസസ് വളരെ വ്യക്തമായി, ഗൾഫ് രാജ്യങ്ങൾ, ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക, ഈ പ്ലെയേഴ്സ് എല്ലാം തന്നെ അവരവരുടെ പ്രിഫറൻസ് വ്യക്തമായി വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനി വേണ്ടത് ആര് വഴങ്ങും, ആര് കൂടുതലായി വഴങ്ങും, ഒരു ഡീൽ ഒപ്പുവെക്കാനുള്ള സാഹചര്യം എത്തിയിട്ടുണ്ടോ, അത് മാത്രമാണ് അറിയാനുള്ളത്. ഇവിടെ ഇറാനിൽ US ആക്രമണമുണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ലക്ഷ്യമാക്കി വൻ സൈനിക സന്നാഹമാണ് US നടത്തിയിരിക്കുന്നതും. ആ ഒരു അർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും ആശങ്കയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എന്ന് പറയാമോ? ഈ യുദ്ധത്തിൻ്റെ കാർമേഘം ഏറെക്കാലമായി അവിടെയുണ്ട്. അത് ഒഴിഞ്ഞു പോകാൻ തക്ക ഒന്നും തന്നെ ഈ ചർച്ചകളിൽ ഇതുവരെ ഉണ്ടായില്ല. ആകെയുള്ള രജതരേഖ ഈ ചർച്ചകളിൽ ഭാഗികമായ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നടത്തിയൊരു പ്രഖ്യാപനമാണ്. ഇപ്പോൾ നോക്കൂ, ഈ അമേരിക്ക കൊടുക്കുന്ന സൂചന എന്താണ്? കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ്. ഈ ചർച്ചകളിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിൻ്റെ മരുമകൻ ജാറെഡ് കുഷ്ണറും രണ്ടുപേരും അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൻ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ മണിക്കൂറുകൾ ചെലവിട്ടു. ദിസ് ഈസ് എ ക്ലിയർ സിഗ്നൽ. തങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കും, അതേസമയം യുദ്ധം തങ്ങളുടെ ഓപ്ഷനാണ്. സമാധാന ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ നിന്നും തങ്ങൾ പൂർണ്ണമായി മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാനോട് സിംബോളിക്കലി പറയുകയാണ് ഈ ജസ്റ്ററിലൂടെ.
അതേസമയം തന്നെ ഇറാനും മറുപടി കൊടുക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ കൂടുതലായി പരീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. തങ്ങളുടെ പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തും. ബാലിസ്റ്റിക് മിസൈൽ തങ്ങൾ പരീക്ഷിക്കും. അതിന് തീവ്രമായ പ്രഹരശേഷി ഉണ്ടാകും. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഒരിക്കലും ഇറാൻ കയ്യോങ്ങില്ല എന്ന മിത്തങ്ങ് പൊളിഞ്ഞല്ലോ. കാര്യമായ നാശനഷ്ടം ഉണ്ടായില്ല എങ്കിലും 2025 ജൂൺ മാസം 12 ദിനം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ അമേരിക്കൻ ബോംബേഴ്സ് B-2 ബോംബേഴ്സ് ഇറാൻ ബോംബ് ചെയ്തപ്പോൾ അതിന് തക്കതായ മറുപടി ഇറാൻ കൊടുത്തത് ദോഹയിലെ ഖത്തറിലെ വ്യോമതാവളത്തിൽ അൽ ഉദൈദ് താവളത്തിൽ ബോംബിട്ടുകൊണ്ടാണ്. അപ്പം ഇറാൻ ഒരു ഇച്ഛാശക്തി കാട്ടുന്നു. അടിച്ചാൽ തിരിച്ചടിക്കും എന്നത് അയത്തുള്ള അലി ഖൊമേനിയുടെ വീൺവാക്കല്ല, ഉറപ്പായി തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടിക്കുള്ള കപ്പാസിറ്റി എത്രത്തോളം ഇറാനുണ്ട്? പ്രഹരശേഷിയിൽ മറ്റെല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു. അറബ് രാജ്യങ്ങൾ മിണ്ടാതെ നിൽക്കുന്നു. അവരൊന്നും സൈന്യത്തെ അയക്കില്ല, കട്ടായം. അവരുടെ എയർ സ്പേസ് പോലും ഉപയോഗിക്കരുത്, അവരുടെ താവളങ്ങൾ ഉപയോഗിക്കരുത് എന്ന് UAEയും സൗദി അറേബ്യയും പറയുകയും ചെയ്തതാണ്. ഒരുപക്ഷെ ഈ താവളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജോർദാനിലെ അമേരിക്കൻ താവളം, ജോർദാൻ തീരെ ദുർബലമാണ്. ജോർദാൻ രാജ്യവും അവർ എണ്ണസമ്പന്നം പോലും അല്ല. അപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ സ്കീമിന് പൂർണ്ണമായി വഴങ്ങി നിൽക്കുന്ന ജോർദാൻ്റെ സ്പേസ് ഉപയോഗിക്കാം. ഏതെങ്കിലും താവളം വേണമെന്നല്ലേ ഉള്ളൂ. ബാക്കി വിമാനങ്ങൾ ഉണ്ട്, അതുപോലെ ദീർഘദൂര വിമാനങ്ങളുണ്ടാവും, അതുപോലെ USS എബ്രഹാം ലിങ്കനിൽ നിന്നും പുറപ്പെടുന്ന മിസൈലുകൾ ഉണ്ടാകാം, മറ്റ് ഡിസ്ട്രോയേഴ്സ് ഉണ്ടാകും, പിന്നെ ചില താവളങ്ങളുണ്ട്. ഇതെല്ലാം സാധിക്കും. അമേരിക്ക ആഗ്രഹിക്കുന്നിടത്ത് പിടിച്ചു കെട്ടാനാവും എന്നതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ പുറപ്പാട്. അല്ല, ഇത് വെറുതെ പേടിപ്പിക്കാൻ മാത്രമല്ല, പേടിപ്പിച്ച് കാര്യസാധ്യം എന്നതാണ് ആദ്യത്തെ പ്രിഫറൻസ്. അത് നടന്നില്ല എങ്കിൽ ബലപ്രയോഗം ഉണ്ടാകും. ബലപ്രയോഗം ഉണ്ടായാൽ അത് ഏകപക്ഷീയമാവില്ല എന്ന സൂചനയാണ് ഇറാനിൽ നിന്നുണ്ടാവുന്നത്. അല്ലാതെ നിങ്ങൾ 4 മിസൈൽ അയക്കുമ്പോൾ തങ്ങൾ കീഴടങ്ങി എന്ന് പറയില്ല. സദ്ദാം ഹുസൈനെ കീഴടക്കാൻ കാര്യമായി വിഷമിക്കേണ്ടി വന്നില്ല. 1ാം ഗൾഫ് യുദ്ധത്തിലും 2ാം ഗൾഫ് യുദ്ധത്തിലും, അതായത് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, പിന്നീട് ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ്, ഈ 2 യുദ്ധങ്ങളിലും അമേരിക്ക യുദ്ധം ജയിച്ചത് ആകാശത്ത് നിന്നുകൊണ്ടാണ്. സദ്ദാം ഹുസൈൻ വീണു. അതിനുശേഷം അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പുതിയ ഭരണകൂടം ഉണ്ടാക്കി. ഇറാഖിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഏകാധിപത്യ ഭരണകൂടമല്ല ഇറാനിലുള്ളത്. ഇറാനിലും ഒരു തരത്തിലുള്ള ഏകാധിപത്യമാണ്, പക്ഷേ അത് കുറച്ചുകൂടി നെറ്റ്വർക്ക് ബേസ്ഡാണ്. IRGCയിലൂടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ ഒരു നെറ്റ്വർക്കായി പടർന്നു കയറുന്ന ആർമിയിൽ, ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ, റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ, എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ എല്ലാം തന്നെ പടർന്നു കയറുന്ന ഒരു നെറ്റ്വർക്കാണ് ഇറാൻ്റെ ബലം. ആ ഒരു സംവിധാനം പെട്ടെന്ന് മാറ്റി മറ്റൊരു സംവിധാനം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇറാൻ ഉള്ളിൽ ഒരു കൃത്യമായ ഓപ്പോസിഷനില്ല. അവിടെ മത്സരിക്കുന്ന പാർട്ടികൾ തന്നെ, മത്സരിക്കുന്ന നേതാക്കൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അയത്തുള്ള അലി ഖൊമേനിയുടെ അനുഗ്രഹത്തോടെയാണ്. അദ്ദേഹം റിലീജിയസ് ക്ലറിക്കായ അല്ലെങ്കിൽ പരമാധ്യക്ഷനായ പരമോന്നത നേതാവായ ഖൊമേനി അനുവദിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ മത്സരിക്കാനാവൂ. അതിൽ ഒരു സ്ഥാനാർത്ഥി മിതവാദി ആയിരിക്കും, മറ്റൊരു സ്ഥാനാർത്ഥി കുറച്ചുകൂടി തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ചിന്തയുള്ള ആളായിരിക്കും. ഇപ്പോൾ ഒരു മിതവാദി നേതൃത്വത്തിനാണ് ഇപ്പോൾ മസൂദ് പെസഷ്കിയാൻ ജനം മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഭരണകൂടം എന്ന് പറയുന്നത് തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് രീതികളാണ് ഭരണകൂടത്തിൻ്റെ മുഖമുദ്ര. ഒരു മിതവാദി പ്രസിഡന്റ് ആകുമ്പോൾ തന്നെ പോലും പ്രസിഡന്റ് മാപ്പുസാക്ഷിയാണ്. അപ്പോൾ സിസ്റ്റം റാഡിക്കലി ഒരു ഇസ്ലാമിക് ജീവിത രീതി, അല്ലെങ്കിൽ ശരീരത്തനുസരിച്ചുള്ള ഇസ്ലാമിക ജീവിത രീതി, ഇതെല്ലാം അതൊരു സിവിലൈസേഷണൽ എൻറ്റിറ്റിയാണ്. അത് മനസ്സിലാക്കാൻ ഒരിക്കലും പാശ്ചാത്യ ശക്തികൾക്ക് കഴിയാറില്ല, ഇസ്രയേലിന് കഴിയാറില്ല. അതുണ്ടാക്കി വെക്കുന്ന കൺഫ്യൂഷൻ വളരെയാണ്. കാരണം ഒരു സിസ്റ്റത്തിന് മറ്റൊരു സിസ്റ്റത്തെ മനസ്സിലാകുന്നില്ല എന്നതാണ് വിഷയം. അതുകൊണ്ടാണ് ആക്രമണം മാത്രമാണ് പോംവഴി. ഒരുപക്ഷെ പരസ്പരം ധാരണയില്ലാതെ പോവുകയും പരസ്പരം മനസ്സിലാവാതിരിക്കുകയും 2 കൂട്ടരുടെയും സെക്യൂരിറ്റി പാരഡൈംസ് ടോട്ടലി ഡൈവേർജൻ്റ് ആണ്. അതുകൊണ്ടാണ് യുദ്ധം എന്നത് മാത്രമാണ് പോംവഴിയെങ്കിൽ അടിച്ചേ തീരൂ എന്ന നിലയിലാണെങ്കിൽ അങ്ങനെ എന്ന രീതിയിലേക്ക് മനസ്സുകൾ മാറുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ ഇറാൻ്റെ ജനതയും റിസൈൻ ടു ഫെയ്റ്റ് എന്ന രീതിയിലാണ് പലരും. ചിലരെങ്കിലും വലിയ ഓപ്റ്റിമിസം കാട്ടുന്നു. അവസാനം ഗവൺമെൻറ്റിന് ഒരു നല്ല ബോധമുണ്ടാകും, അമേരിക്കയുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ഇൻറ്റേർണൽ ഒരു ഡിവൈഡ് തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇൻറ്റേർണലി വളരെയധികം പുതിയൊരു ഒരു ഇറാൻ 2.0 എന്ന് പറയാവുന്ന രീതിയിൽ ഒരു അഫ്ഗാൻ 2.0. ഇപ്പം താലിബാൻ തന്നെയാണ് എക്കാലത്ത്. പക്ഷേ 2ാം താലിബാൻ ഗവൺമെൻറ്, ഇപ്പോഴത്തെ താലിബാൻ ഗവൺമെൻറ് മുൻ താലിബാൻ അല്ല ഇപ്പോഴത്തെ താലിബാൻ എന്ന് ആവർത്തിച്ച് പറയുന്ന പോലെ പ്രവൃത്തിയിൽ അങ്ങനെയൊന്നും അധികം കാണാനില്ല കേട്ടോ. പക്ഷേ
അത് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇറാൻ ഗവൺമെൻറ് അങ്ങനെ പറയാൻ തയ്യാറാണോ? ഇറാൻ 2.0 തങ്ങൾ പുതിയൊരു തങ്ങളുടെ സംവിധാനം തന്നെ തങ്ങൾ ഉടച്ചു വാർക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ഉറപ്പ് അമേരിക്ക കൊടുത്താൽ പെട്ടെന്ന് കയറി ആക്രമിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള പ്രതികരണം ഇപ്പോൾ ഭയാശങ്കയായി നിൽക്കുകയാണ്. അമേരിക്കയുടെ പിന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാനാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ വിധി. അല്ലെങ്കിൽ ഇസ്ലാമിക ജനത എന്ത് ചിന്തിച്ചാലും മിക്ക ഇസ്ലാമിക രാജ്യങ്ങളുടെയും, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ അമേരിക്ക അനുകൂലമായി മാത്രമേ ചിന്തിക്കാനാവൂ. അവരുടെ നിലനിൽപ്പ് തന്നെ അമേരിക്ക അനുകൂലമായ നിലപാട് തുടരുന്നിടത്തോളം കാലം മാത്രം. ഇവരുടെ വ്യക്തിപരമായ പല ഷെയ്ഖുമാരുടെയും എമീറിൻ്റെയും രാജാക്കന്മാരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് പോലും അമേരിക്കയിലാണ്. ഇതൊക്കെ അങ്ങോട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രംപാണാണെന്ന് ഓർക്കണം, ഇതൊക്കെ അങ്ങോട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മുന്നോട്ട് പോകാനാവാതെ വരും. അതുകൊണ്ട് അറബി ജനത, ഇസ്ലാമിക ലോകം, ഇസ്ലാമിക ജനത എന്ത് ചിന്തിച്ചാലും ശരി, ഭരണകൂടങ്ങൾ അമേരിക്കയോടൊപ്പം തന്നെ നിൽക്കും. അത് ഈജിപ്തും അങ്ങനെ തന്നെയാണ്. ആത്യന്തികമായി സിറിയയും തുർക്കിയും സൗദിയും UAEയും ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. അവിടെയാണ് ഇറാൻ ഒറ്റപ്പെടുന്നത്. അതുകൊണ്ടാണ് ട്രംപ് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡു യു ഹാവ് ദ കാർഡ്സ് വിത്ത് യു? ഇറക്കിക്കളിക്കാൻ വിലയുള്ള കാർഡ് വല്ലതും കയ്യിലുണ്ടോ? ഇറാൻ്റെ കയ്യിൽ ആ രീതിയിലുള്ള കാർഡൊന്നുമില്ല. വലിയ കാർഡാണ് ആണവായുധം. ആ കാർഡ് തന്നെ തുറുപ്പുചീട്ടാണ്. ആ തുറുപ്പുചീട്ട് തന്നെ അടിയറ വെക്കണം എന്ന് പറയുമ്പോൾ മറ്റധികം കാർഡുകളില്ല. പിന്നെ ഏറെക്കാലം റെസിസ്റ്റൻസിലൂടെ പിടിച്ചു നിൽക്കാം. ഒരുപക്ഷെ ഒരു കരയുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചഴക്കുകയും ഒരു സിവിൽ റെസിസ്റ്റൻസ്, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര യുദ്ധത്തിലേക്കൊക്കെ ഇറാൻ പോവുകയും ചെയ്യുന്ന ഒരു വിദൂരമായ കാഴ്ച പോലും ഇപ്പോൾ ചിലരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സിസ്റ്റം ഫെയിലിയർ വന്നു കഴിയുമ്പോൾ ഒരു ഭരണകൂടം മാറാൻ കഴിയുന്നില്ല, സിവിൽ റെസിസ്റ്റൻസ് വല്ലാതെ വരുന്നു. അമേരിക്കൻ സൈന്യം ഇത്രയും വലിയൊരു രാജ്യത്ത് മുഴുവൻ കടന്നു കയറി കേവലം 365 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഗാസ പൂർണ്ണമായി കീഴടക്കാൻ ഇസ്രയേൽ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഇറാൻ എന്ന ബൃഹത്ത് രാജ്യം പൂർണ്ണമായി ഓരോ മുക്കും മൂലയും ഭൗതികമായി കീഴടക്കാൻ അമേരിക്കക്കെന്നല്ല ലോകം മുഴുവൻ വിചാരിച്ചാലും പ്രാക്ടിക്കലി അത് നടക്കില്ല. അതുകൊണ്ട് ഇൻറ്റേർണൽ ചേഞ്ച് വരണം, ആഭ്യന്തരമായി ഒരു ഫെൽറ്റ് നീഡ് കൂടി വരണം. അതിന് കൂടെ ചേരുന്ന രീതിയിലുള്ള ഒരു കരാറിലേക്ക് എത്തിച്ചു നിർത്താനാവുമോ? അത് പ്രായോഗിക പരിഗണനയാണ്. അത് അമേരിക്കയുടെ കാഴ്ചപ്പാടാണ്. ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയൊന്നുമല്ല. തച്ചുടച്ച് തീർക്കുക എന്നത് ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടും. ഈ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.